Hi friends, welcome to I Choose Kitchen. ഇന്ന് നമുക്ക് മുട്ട ബജി ഉണ്ടാക്കാം. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. നമുക്ക് ഇഫ്താറിനും ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം. അതുകൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് ഈ മുട്ട ബജിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മുട്ട, കടലമാവ്, അരിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കായംപൊടി, മുളക് പൊടി, ബേക്കിംഗ് സോഡ ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഉപ്പ്, ഓയിൽ. ആദ്യം നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാം. ഞാനിവിടെ 6 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് രണ്ടായി മുറിച്ചെടുക്കാം. ഇതുപോലെ രണ്ടായി മുറിച്ചെടുക്കണം. എല്ലാ മുട്ടയും ഇതുപോലെ മുറിച്ച് വെക്കാം. ഇനി ഈ മുട്ട മുക്കി പൊരിക്കാനുള്ള ബാറ്ററി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കായംപൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കട്ടിയിൽ വേണം ബാറ്ററി തയ്യാറാക്കാനായിട്ട്. ഈ ബാറ്ററിയിലാണ് നമ്മൾ മുട്ട മുക്കി പൊരിക്കുക. അപ്പോൾ ആ മുട്ടയിൽ പിടിക്കുന്ന തരത്തിൽ ബാറ്ററി തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ നമുക്ക് കലക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. ഇപ്പം നമ്മുടെ ബാറ്ററി തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കട്ടിയിൽ വേണം നമുക്ക് ബാറ്ററി തയ്യാറാക്കാനായിട്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായാൽ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ ചൂടാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഓരോ മുട്ട എടുത്തിട്ട് ബാറ്ററിയിൽ മുക്കിയിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലതും ഇതുപോലെ ബാറ്ററിയിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ മുട്ട ബജിക്ക് വേണ്ടിയിട്ട് ബാറ്റർ കലക്കി വെക്കില്ലേ, അപ്പോൾ നമ്മൾ അത് ഒരുപാട് നേരം കലക്കിയിട്ട് വെക്കാൻ പാടില്ല. അത് കലക്കി ഉടനെ തന്നെ നമ്മൾ മുട്ട ബജി ഉണ്ടാക്കിയെടുക്കണം. ഇല്ലെങ്കിൽ അത് കുറച്ച് നേരം നമ്മൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ മുട്ട മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ ഈ മുട്ട നന്നായി പൊട്ടിത്തെറിക്കും. അപ്പോൾ കലക്കിയിട്ട് ഒരുപാട് നേരം വെക്കരുത്. കലക്കി ഉടനെ തന്നെ നമ്മൾ മുട്ട ബജി ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ മുട്ട ബജി റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട ബജി റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും.
ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം. അതുകൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.